ഒരു വെള്ളപ്പേപ്പർ കയ്യിൽ തന്നിട്ട് ഈ ജീവിതയാത്രയിൽ നമുക്ക് 100% ഉറപ്പോടുകൂടി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സംഗതി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക? ഒട്ടും ആലോചിക്കാതെ, ഒരുപാടൊന്നും ചിന്തിക്കാതെ നമുക്ക് എഴുതാൻ പറ്റും നമ്മുടെ മരണമെന്ന സത്യം. എല്ലാവരും മരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, അതിലാർക്കും തർക്കമില്ല. വേറുള്ളതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. 100% കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ നിർവാഹമില്ല. മരണത്തെ പറ്റി പറഞ്ഞ സമയത്ത് ഖുർആൻ പ്രയോഗിച്ചത് തന്നെ അൽ യഖീൻ എന്നാണ്. ഒരിടത്ത് മരണത്തെ പറ്റി പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഏറ്റവും ഉറപ്പുള്ളത്, ദൃഢമായത് എത്തുന്നത് വരെ നീ അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നാണ്. അൽ യഖീൻ ഏറ്റവും ഉറപ്പുള്ളത് എന്നാണ് മരണത്തെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത്. വാൾപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല. അതൊക്കെ ശരിക്കും നമുക്കുള്ള താക്കീതും ഓർമ്മപ്പെടുത്തലുമാണ്. ഒരു സ്കൂളിൽ നിന്ന് അവിടുത്തെ അധ്യാപകരും ജോലിക്കാരുമാണ് ടൂർ പോയത്. അവരാരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയായിരിക്കും? ഒരു ടൂർ പോകുന്ന മനുഷ്യന്റെ മനസ്സെങ്ങനെയായിരിക്കും? അവരെത്ര സന്തോഷത്തോടു കൂടിയും പ്രതീക്ഷയോടു കൂടിയായിരിക്കും ആ യാത്ര തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ ആ യാത്രയുടെ ഒടുക്കം കണ്ണീരാണ്. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ എന്താണ് സമ്പാദിക്കാൻ നമുക്ക് ആർക്കും അറിയില്ല. എവിടെ വെച്ചാണ് നമ്മൾ മരിക്കുക എന്നും നമുക്ക് ആർക്കും അറിയില്ല. ഇത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയാണ്, ഒടുവിലത്തെ യാത്രയാണ് എന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരാരും ആ യാത്ര പ്ലാൻ ചെയ്യുമായിരുന്നില്ല. അപ്പൊ നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾക്ക് നടുവിലാണ് നിൽക്കുന്നത്. ഈ കിനാവുകൾക്ക് നടുവിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെയും തേടിയിട്ട് മലക്കുൽ മൗത്തും കൂട്ടരും വരും. കുടുംബം, ജോലി, ശമ്പളം, കച്ചവടം, മക്കൾ, കല്യാണം, കാറ്, ബിസിനസ്, ഇങ്ങനെ കിനാവുകളുടെ ലിസ്റ്റ് ഒരുപാടുണ്ട്. ആ കിനാവുകൾക്കിടയിൽ നിന്നാണ് നമ്മളെയും കൊണ്ട് അവര് മടങ്ങിപ്പോവുക. അവർ വരുന്ന സമയത്ത് ഇപ്പോ നേരായിട്ടില്ല, ഇപ്പൊ എനിക്ക് വരാൻ സമയമായിട്ടില്ല, പിന്നെ വരണം എന്ന് പറയാൻ പറ്റുമോ? ഒരല്പം പോലും നമുക്ക് നീട്ടിത്തരൂല. വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാവർക്കും അല്ലാഹു നിശ്ചയിച്ച ഒരു അവധിയുണ്ട്, സമയമുണ്ട്. ലാ യസ്തഖദിമൂന സഅഅതു വലാ യസ്തഖിറൂൻ, അതിനപ്പുറത്തേക്ക് ഒരു അല്പം പോലും അള്ളാഹു നീട്ടിത്തരുകയില്ല. നമുക്ക് അള്ളാഹു നിശ്ചയിച്ച സമയം എത്തുന്നതിന് മുമ്പ് മലക്കുൽ മൗത്തും കൂട്ടരും നമ്മളെ പിടികൂടുകയുമില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല പാടുന്ന വളരെ ചിന്തനീയമായ വരികൾ, വമൻ നസലത് ബിസാഹതിഹിൽ മനായ ഫലാ അർദുൻ തഖീഹി വലാ സമാഉ. ആരുടെയെങ്കിലും അടുക്കൽ മരണത്തിന്റെ അവധി എത്തിയാൽ, മലക്കുൽ മൗത്തും കൂട്ടരും വന്നു കഴിഞ്ഞാൽ, പിന്നെ അവനെ സംരക്ഷിക്കാൻ ഭൂമിയിലോ ആകാശത്തോ ഒരിടമില്ല. വഅർദുല്ലാഹി വാസിഅത്തുൻ വലാകിൻ ഇദാ നസലൽ ഖദാ ളാഖൽ ഫദാ. ശരിക്ക് അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ്. പക്ഷെ മരണത്തിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ആ ഭൂമി ഇടുങ്ങിയതായി മാറും. പിന്നെ ഓടി ഒളിക്കാൻ അയാൾക്ക് ഒരു താവളമില്ല. ദഇൽ അയ്യാമ തഗ്ദിറു കുല്ല ഹീനിൻ ഫമാ യുഗ്നി അനിൽ മൗതി ദവാ. മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു മരുന്നില്ല. മരിക്കാതിരിക്കാൻ ഒരു മരുന്നുണ്ടോ? ഒരു മരുന്ന് കഴിച്ചാൽ നമ്മൾ മരിക്കൂല, അങ്ങനത്തെ ഒരു മരുന്നുണ്ടോ? അങ്ങനത്തെ ഒരു മെഡിസിൻ ഉണ്ടോ? ഇല്ല. അപ്പൊ മരണത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന, നിങ്ങളെ തടയുന്ന ഒരു മരുന്നുമില്ല എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല പാടുകയാണ്. അല്ലാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിന്റെ അവസാന കാലത്ത് കുറച്ചും കൂടി ഉഷാറായിട്ട് ഒരുങ്ങാൻ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോരാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടിയൊക്കെ നന്നായിട്ട് ഒരുങ്ങണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു മുന്നറിയിപ്പാണ്, ഓർമ്മപ്പെടുത്തലാണ്. എന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോരാൻ നബിയെ നിങ്ങൾക്ക് സമയമായിട്ടുണ്ട്. അതിനുശേഷം നബി ഇബാദത്തുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ അല്ലാത്ത സമയത്ത് തന്നെ എങ്ങനെയാന്ന് നമുക്കറിയാം. നബി ഒന്നുകൂടി ഉഷാറാക്കാൻ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷവും റമദാനിൽ 10 ദിവസമാണ് ഇഅ്തികാഫിൽ ഇരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വർഷം, വഫാത്തായ വർഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസങ്ങൾ ഇഅ്തികാഫിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താന്ന് വെച്ചാൽ, ഒരാളുടെ അന്ത്യസമയം അടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യണം. പ്രായം കൂടുന്നതനുസരിച്ച് ഇബാദത്തുകൾ കൂടുതൽ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നറിയിപ്പ് കിട്ടിയതുപോലെ ഒരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടൂല. ഏത് സമയത്തും നമ്മുടെ മരണമാകാം. അപ്പൊ എപ്പോഴും ആ മടക്കത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്നതാണ് പരിഹാരം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഏത് സമയത്തും മരിക്കും, എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. എന്നാലും നമ്മൾ ഇങ്ങനെ മതി മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. ഈ ദുനിയാവിനെ പറ്റിയിട്ട് വായിച്ച വളരെ ചിന്തനീയമായ കുറച്ച് വരികൾ, ഒരു മനോഹരമായിട്ടുള്ള ഒരു ഉപമ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തേൻ തുള്ളിയാണ്. ആ തേൻ തുള്ളിയിൽ മനുഷ്യനെല്ലാം മറക്കാണ്. അവന്റെ ആഖിറത്തും നരകവും സ്വർഗവും ജീവിതത്തിന്റെ ലക്ഷ്യം ഒക്കെ ഓന് ആ തേൻ തുള്ളിയുടെ മധുരത്തിൽ മറക്കുകയാണ്. ആ ഉപമ ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ അയാളെ പെട്ടെന്നൊരു സിംഹം ഫോളോ ചെയ്യാൻ. സിംഹം അയാളെ പിന്നാലെ കൂടി. അയാൾ ജീവനും കൊണ്ട് ഓടുകയാണ്. ഓടി 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 അയാൾ ചെന്ന് ചാടുന്നത് ഒരു കിണറ്റിലേക്കാണ്. ആ കിണറ്റിലേക്ക് വീഴുന്ന സമയത്ത് അയാൾക്കൊരു പിടിവള്ളി കിട്ടി, ഒരു കാട്ടുവള്ളി. ആ വള്ളിയിൽ ആ മനുഷ്യൻ ഇങ്ങനെ തൂങ്ങി ആടിക്കൊണ്ടിരിക്കാൻ. മുകളിൽ സിംഹം നിൽക്കുന്നുണ്ട്. അയാളൊന്ന് താഴോട്ട് നോക്കിയപ്പോ അവിടെ ഒരു ഭീകരമായ സർപ്പമുണ്ട്. ആ സമയത്ത് അയാൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഒരു കറുപ്പും വെളുപ്പും നിറത്തിലുള്ള 2 എലികൾ അവരാ മനുഷ്യൻ പിടിച്ചു തൂങ്ങിയിട്ടുള്ള പിടിവള്ളി കാർന്നു നിന്നുകൊണ്ടിരിക്കാൻ. ആ അവസ്ഥ നമ്മൾ ഓർത്തു നോക്കുക. മുകളിൽ സിംഹാണ്, താഴെ ഭീകരനായ സർപ്പമാണ്. അയാൾ പിടിച്ചിട്ടുള്ള ആ കാട്ടുവള്ളി 2 എലികൾ കാർന്നു നിന്നുകൊണ്ടിരിക്കാൻ. ആ നേരത്ത് അയാളുടെ തലയിൽ ഒരു നനവ് അനുഭവപ്പെട്ടു. അപ്പൊ ആ കിണറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തേനീച്ച കൂട്ടിൽ നിന്ന് ഒരു തുള്ളി തേൻ ഉറ്റിയതാണ്. അയാള് ആ തേൻ തുള്ളിക്ക് വേണ്ടിയിട്ട് നാവ് നീട്ടി. നല്ല മധുരമുള്ള തേനാണ്. അയാളെല്ലാം മറന്നു. മുകളിൽ നിൽക്കുന്ന സിംഹത്തെ മറന്നു, താഴെ നിൽക്കുന്ന സർപ്പത്തെ മറന്നു. അയാൾ പിടിച്ചിരിക്കുന്ന ഈ പിടിവള്ളി എലികൾ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതൊക്കെ മറന്നു. അടുത്ത തുള്ളി തേനിന് വേണ്ടിയിട്ട് ആ മനുഷ്യന് വീണ്ടും നാവ് നീട്ടിയെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ തേൻ തുള്ളിയാണ് ദുനിയാവ്. എല്ലാം നമ്മളെ മറപ്പിച്ച് കളയും. ആ മുകളിൽ നിൽക്കുന്ന സിംഹം ഉണ്ടല്ലോ, അതാണ് അയാളുടെ മരണം. താഴെയുള്ള സർപ്പം അത് അയാളുടെ ഖബറാണ്. അയാൾ പിടിച്ചിരിക്കുന്ന ആ കാട്ടുവള്ളി അത് അയാളുടെ ആയുസ്സാണ്. ആ കാട്ടുവള്ളി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന കറുപ്പും വെളുപ്പും നിറത്തിലുള്ള എലികൾ അത് രാവും പകലുമാണ്. അപ്പൊ ഇതിനിടയിൽ എല്ലാം മറന്നിട്ട് ആ തേൻ തുള്ളിക്ക് വേണ്ടി നാവ് നീട്ടുന്ന മനുഷ്യന് നമ്മുടെ മുഖച്ഛായ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. നമ്മൾ ഇടയ്ക്കൊക്കെ ഖബർസ്ഥാന്റെ അരികിലൊക്കെ പോയി നിൽക്കണം. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മ വരും. നമ്മളെപ്പോലെ ഇന്നലെ ഓടിച്ചാടി നടന്ന മനുഷ്യന്മാരാണ് അവിടെ കിടക്കുന്നത്. ആരും വേണ്ട, നമ്മൾ ഒറ്റക്ക് പോയാൽ മതി. കുറച്ചേരം അവിടെ നിന്നിട്ട് നമ്മൾ ചിന്തിക്കുക, എന്നെക്കാളും പ്രായം കുറവാണ് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്. എന്നെക്കാളും ആരോഗ്യമുണ്ടായിരുന്ന ആ മനുഷ്യന്. കെട്ടിക്കാൻ പ്രായമായ മക്കളുണ്ടായിരുന്നു. GCC നാടുകളിൽ ബിസിനസിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഇന്ന് കിടക്കുന്നത് അവരുടെ ഖബറുകളിലാണ്. അവരുണ്ടാക്കിയ മുതലും സ്വത്തൊക്കെ മക്കള് വീതം വെച്ചെടുത്തിട്ടുണ്ട്. അനന്തര സ്വത്ത് അവര് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അവരുടെ ഭാര്യ ഇന്ന് മറ്റൊരാളുടെ ജീവിത പങ്കാളിയാണ്. അവർ കിടന്ന കട്ടിലിൽ ഇന്ന് വേറൊരാൾ കിടക്കാണ്. അവരുടെ ഓഫീസിൽ പുതിയ ജോലിക്കാരൻ അയാൾക്ക് പകരം എത്തിയിട്ടുണ്ട്. അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയ കാറിന് ഇന്ന് പുതിയ ഉടമസ്ഥനാണ്. അയാളൊന്നും കൊണ്ടുപോയിട്ടില്ല. അയാളുടെ അമലുകൾ മാത്രമാണ് അയാൾക്ക് ഖബറിലുള്ളത്. അപ്പൊ ആ ഖബർസ്ഥാന്റെ അരികിൽ നിൽക്കുമ്പോ നമ്മുടെ മനസ്സൊന്നും ലോലാകും. നമുക്ക് കുറെയൊക്കെ നന്മകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനവും പ്രേരണയും കിട്ടും. തിന്മകൾക്ക് പിന്നാലെ പായുമ്പോൾ അതിലൊരു പേടിയും ബേജാറും ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങളെ ആഖിറത്തിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മരണത്തോടു കൂടി എല്ലാം അവസാനിപ്പിക്കുമായിരുന്നുവെങ്കിൽ, എല്ലാം തീർന്ന് പിന്നെ അങ്ങോട്ടൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാമായിരുന്നു? നമുക്ക് തോന്നിയ പോലൊക്കെ നമുക്ക് നടക്കാമായിരുന്നു. മരണത്തോടു കൂടി എല്ലാം തീരുമെങ്കിൽ.
പക്ഷെ മരണത്തോടു കൂടി എല്ലാം തീരൂലല്ലോ. നമ്മൾ കണക്കുകൾ പറയേണ്ടി വരും, അള്ളാഹുവിനോട് ഉത്തരങ്ങൾ പറയേണ്ടി വരും. ഖിയാമത്ത് നാളിൽ എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ അള്ളാഹു കൊടുക്കുന്ന ദിവസം. കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ആടിനെ ദുനിയാവിൽ വെച്ച് കുത്തിയതിന് ആഖിറത്തിൽ പകരം വീട്ടലുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. കാലികൾക്ക്, നാൽക്കാലികൾക്ക് ദീനിന്റെ നിയമങ്ങളില്ലല്ലോ, ശരീഅത്ത് നിയമങ്ങളില്ല. പക്ഷെ അവർക്കിടയിൽ പോലും അല്ലാഹു നീതി നടപ്പിലാക്കുന്ന പറഞ്ഞത്. പിടിച്ചു പറിച്ചതും പറ്റിച്ചതൊക്കെ അവിടെ ബോധിപ്പിക്കേണ്ടി വരും. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, നമ്മൾ തനിച്ചാണ്, ഒറ്റക്കാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വാതിൽ കുറ്റിയിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയത് ആ രഹസ്യങ്ങൾ അല്ലാഹു പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. അപ്പൊ ആ ദിവസം അത് സത്യമാണ്, അത് ഉള്ളതാണ്, അത് വരാനുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് അൽ ഹിക്മ പള്ളിയിലാണ് എന്നത് സത്യമാണല്ലോ. അതിനേക്കാളും വലിയ സത്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത്. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിലാണുള്ളത്, നമ്മൾ ഖുതുബ കേട്ടുകൊണ്ടിരിക്കാൻ, ഇത് സത്യമാണല്ലോ. ഇതിനേക്കാളും വലിയ സത്യമാണ് നരകവും സ്വർഗവും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിൽ ചൊല്ലി പറയാറുണ്ടായിരുന്നു, അൻതൽ ഹഖ്, അല്ലാഹുവേ നീ സത്യമാണ്, വവഅദുകൽ ഹഖ്, നീ നൽകിയ വാഗ്ദാനങ്ങൾ സത്യമാണ്, വലിഖാഉക ഹഖ്ഖുൻ, നിന്റെ മുമ്പിൽ ഞങ്ങൾ വന്നു നിൽക്കേണ്ടി വരുമെന്നത് സത്യമാണ്, വഖൗലുക ഹഖ്ഖുൻ, നിന്റെ വാക്കുകൾ സത്യമാണ്, വൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗ്ഗം സത്യമാണ്, നരകം സത്യമാണ്, വന്നബിയ്യൂന ഹഖ്ഖുൻ, നബിമാർ സത്യമാണ്, വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൻ വസ്സാഅതു ഹഖ്ഖുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ്, ഖിയാമത്ത് സത്യമാണ്. ആരൊക്കെ നിഷേധിച്ചാലും, ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും, കളിയാക്കിയാലും, തള്ളിക്കളഞ്ഞാലും അങ്ങനത്തെ ഒരു ലോകം വരാനുണ്ട്. ആസിബ് ഇബ്നു വാഇൽ മക്കയിലെ വലിയ പ്രമാണിയാണ്. അയാൾ നബിന്റെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് കയ്യില് ജീർണിച്ച ഉണങ്ങിയ എല്ലും കഷ്ണമുണ്ട്, അതിങ്ങനെ കയ്യിലിട്ട് പൊടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, യാ മുഹമ്മദ് അയബഅസുല്ലാഹു ഹാദാ ബഅദ മാ അറാ, ഈ എല്ലിൻ കഷ്ണത്തെ, ഞാൻ കയ്യിലിട്ട് പൊടിച്ചു കളഞ്ഞ ഈ എല്ലിൻ കഷ്ണത്തെ അല്ലാഹു വീണ്ടും ജീവിപ്പിക്കുമെന്നാണോ നീ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ആ എല്ലിൻ കഷ്ണത്തെ അല്ലാഹു വീണ്ടും ജീവിപ്പിക്കും. സുമ്മ യുമീതുക, പിന്നെ അല്ലാഹു നിന്നെ മരിപ്പിക്കും. സുമ്മ യുഹീക്, പിന്നെ അല്ലാഹു നിന്നെ ജീവിപ്പിക്കും. സുമ്മ യുദ്ഖിലുക നാറ ജഹന്നം, പിന്നെ അല്ലാഹു നിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കും. എവിടെയാണ് സൂറത്ത് യാസീനിന്റെ അവസാനത്തെ ഭാഗങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുക്കുന്നത്? അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, മനുഷ്യനെ ഞാൻ എവിടുന്നാ സൃഷ്ടിച്ചത്? ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നല്ലേ മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ അവനിതാ സ്പഷ്ടമായ തർക്കിയായിട്ട് എന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. വദറബ ലനാ മസലൻ വനസിയ ഖൽഖ, ഓൻ ഞങ്ങൾക്ക് ഉപമ പറഞ്ഞു തരികയാണ്, എനിക്ക് അവൻ ഉപമ പറഞ്ഞു തരികയാണ്. ഖാല മൻ യുഹീൽ ഇദാമ വഹിയ റമീം, ആരാണ് ഈ ജീർണിച്ച എല്ലിനെ ജീവിപ്പിക്കുക എന്ന് അവൻ ചോദിക്കുന്നു. ഖുൽ യുഹീയല്ലദീ അൻശഅഹാ അവ്വല മർറ, ആരാണ് അതിനെ ആദ്യം ജീവിപ്പിച്ചത്? ആദ്യം അതിനെ ആരാണ് ഉണ്ടാക്കിയത്? അവൻ തന്നെ അതിനെ ഉണ്ടാക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാ സൃഷ്ടിപ്പിനെ പറ്റിയിട്ടും നന്നായിട്ട് അറിയുന്നവനാണ്. എന്തൊരു ആയത്തുകളാണ് നോക്കി നമ്മൾ, എത്ര ശക്തിയാണ് ആ വാക്കുകൾക്കുള്ളത്. ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞതാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത്. അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഅ, നിങ്ങളെ സൃഷ്ടിക്കാനാണോ ഇടങ്ങേറ്, അതല്ല ആകാശത്തെ സൃഷ്ടിക്കാനാണോ ഇടങ്ങേറ്? നിങ്ങളെക്കാളും വലിയ സൃഷ്ടിപ്പാണ് ആകാശത്തിന്റെ സൃഷ്ടിപ്പ്. ആ ആകാശത്തെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. പിന്നെ അവൻ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമാണോ? ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിൻ നാസ്, ആകാശങ്ങളും ഭൂമിയൊക്കെ സൃഷ്ടിച്ച റബ്ബ് നിങ്ങളെ സൃഷ്ടിപ്പിനേക്കാളും കടുപ്പമേറിയതാണ്. അത് സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, പക്ഷെ അധിക ആൾക്കാരും ഇതൊന്നും കണ്ടറിയുന്നില്ല, ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ, ഞാൻ മരിച്ചതിന് ശേഷം വീണ്ടും എന്നെ ജീവിപ്പിക്കും എന്നാണോ പറയുന്നത് എന്ന് മനുഷ്യൻ ചോദിക്കുന്നു. അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈഅ, ഒന്നും അല്ലാത്ത അവസ്ഥയിൽ നിന്നല്ലേ മനുഷ്യ നിന്നെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്.
എന്താണ് ആ ചോദ്യങ്ങളുടെയൊക്കെ കടുപ്പം? ഇപ്പൊ പ്രിയപ്പെട്ടവരെ, ആ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക, പര്യവസാനം നമ്മൾ നന്നാക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചില്ലേ, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമായിട്ട് നീ എന്നെ മരിപ്പിക്കണമേ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവരുടെ മക്കൾക്ക് വസിയത്ത് കൊടുത്തില്ല. അവസാനം മരണത്തിന്റെ കിടക്കയിൽ കിടക്കുന്ന നേരത്ത് ووصى بها إبراهيم بنيه ويعقوب يا بني أن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. അല്ലാഹു നിങ്ങൾക്ക് ഒരു ദീൻ തിരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്, ഏറ്റവും നല്ല ദീനാണ് അത്. ആ ദീൻ നിങ്ങൾ മുറുകെ പിടിക്കണം, മുസ്ലിം ആയിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അപ്പൊ ആ പര്യവസാനം നമ്മൾ നന്നാക്കുക, മുസ്ലിം ആയിട്ടേ നമ്മുടെ മരണം ഉണ്ടാകാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ഒക്കെ പര്യവസാനം നമ്മുടെ റബ്ബ് നന്നാക്കി തരട്ടെ.